ഗുഹാക്ഷേത്രങ്ങൾ എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ് എല്ലോറ. ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചാൽ ആദ്യമായി കാണുന്നത് വൃത്താകൃതിയിലുള്ള ഒരു പുൽത്തകിടിയാണ്. പുൽത്തകിടിക്കും അപ്പുറം നേരെ കാണുന്നതാണ് പ്രസിദ്ധമായ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം. ഒരു കുന്നിൻ ചെരുവിലെ പാറ വെട്ടിമാറ്റി ക്ഷേത്രഭാഗങ്ങൾ മാത്രം നിലനിർത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൊത്തുപണികളോടുകൂടിയ ചുവരിൻ്റെ മധ്യത്തിലായി പ്രവേശന കവാടം. അകത്ത് കടന്നപ്പോൾ ആദ്യമായി ദൃഷ്ടിയിൽപ്പെട്ടത് ഉയർന്നു നിൽക്കുന്ന കല്ലിൽ തീർത്ത ഒരു സ്തംഭമാണ്. ഇവയൊന്നും തന്നെ കല്ലിൽ അടുക്കി വെച്ചുണ്ടാക്കിയവയല്ല. എല്ലാം പാറ അതേപോലെ നിലനിർത്തി രൂപമാറ്റം വരുത്തി സൃഷ്ടിച്ചതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയും കരവിരുതും നിഗൂഢമായി തന്നെ ഇന്നും നിലനിൽക്കുന്നു. ക്ഷേത്രത്തിനും ചുറ്റമ്പലമുണ്ട്. വശങ്ങളിലെ പാറ തുരന്ന് ഉള്ളിലേക്കാണ് ഇവയുടെ നിർമ്മിതി. അനേകം തൂണുകൾ താങ്ങി നിർത്തുന്ന വരാന്ത. ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്ന വഴികളെല്ലാം തന്നെ വളരെ ഇടുങ്ങിയതാണ്. വലിയ ഒരു ശിവലിംഗമാണ് ഇതിനകത്തെ പ്രതിഷ്ഠ. ഇവിടെ പൂജ നടത്താറില്ല. വൻതോതിലുള്ള പല ആക്രമണങ്ങൾക്കും കൈലാസനാഥ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ അടിത്തറയ്ക്ക് ചുറ്റുമായി അനേകം ആനകളുടെ പ്രതിമകൾ കാണാം. പല ഭാഗങ്ങളിലും അംഗഭംഗം സംഭവിച്ചവയാണ്. ക്ഷേത്രത്തിന് പുറത്തു കടന്ന് ഇടതുവശത്തുകൂടെ കുന്നിൻ മുകളിലേക്ക് കയറി. ക്ഷേത്രത്തിൻ്റെ ഗാംഭീര്യം പൂർണ്ണമായും ഉൾക്കൊള്ളണമെങ്കിൽ കുന്നിൻ്റെ മുകളിൽ തന്നെ വരണം. ക്ഷേത്രത്തിന് മുന്നിലെ പുൽത്തകിടിയും പ്രവേശന കവാടത്തിൻ്റെ മുകൾ തട്ടുമാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ മുകൾത്തട്ടിലായി 4 സിംഹങ്ങളെ കൊത്തിവെച്ചിരിക്കുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവ എക്സ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതേക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മനുഷ്യപ്രയത്നം മാത്രം മതിയാവില്ലെന്നും ഏതോ അഭൗമശക്തി അല്ലെങ്കിൽ അമാനുഷിക ശക്തി പ്രവർത്തിച്ചിരിക്കുമെന്നുമാണ് ചിലർ വിശ്വസിച്ചു പോരുന്നത്. കുന്നിൻ മുകളിൽ നിന്നും ഇറങ്ങി ഇടതുവശത്തേക്കാണ് പിന്നീട് സഞ്ചരിച്ചത്. ഇതേ കുന്നിൻ ചെരുവിൽ 2 കിലോമീറ്ററോളം നീളത്തിൽ ഏകദേശം 100ഓളം ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 34 ഗുഹകളിലേക്ക് മാത്രമാണ് സന്ദർശകരെ അനുവദിക്കുന്നത്. ഇവയിൽ 12ഓളം ബുദ്ധവിഹാരങ്ങളാണ്. ഏകദേശം 17 ഹിന്ദു ക്ഷേത്രങ്ങളും 5 അതിലധികമോ ജൈന ക്ഷേത്രങ്ങളും 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ഗുഹകളെല്ലാം പലപ്പോഴായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മുൻവശത്തുകൂടെ മാത്രമാണ് ഇവയിലേക്ക് പ്രകാശമെത്തുന്നത്. പലയിടങ്ങളിലായി ശ്രീബുദ്ധൻ്റെ പ്രതിമകൾ കാണാവുന്നതാണ്. അനേകം സ്തംഭങ്ങൾ നിരനിരയായി താങ്ങി നിർത്തുന്ന ഹാളിൻ്റെ മേൽത്തട്ട് എത്ര മനോഹരമായാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധവിഹാരങ്ങൾ വളരെ വിശാലമായി നിർമ്മിച്ചവയാണ്. അനുഗ്രഹിക്കുന്ന രീതിയിൽ ശ്രീബുദ്ധൻ ഇരിക്കുന്ന ഒരു വിഗ്രഹമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്.
അങ്ങകലെ കാണുന്നതാണ് ഒന്നാമത്തെ ഗുഹ. 17 മുതൽക്കുള്ള ഗുഹകൾ ഇനിയും കാണാനിരിക്കുന്നു. നടത്തത്തിന് അല്പം വേഗത കൂട്ടി. 22ാമത്തെ ഗുഹ കഴിഞ്ഞപ്പോഴേക്കും ഗാർഡുമാർ അവരുടെ വിസിൽ ഉച്ചത്തിൽ മുഴക്കി തുടങ്ങി. അതായത് സമയം കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരെയും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. 10ഓളം ഗുഹകൾ ബാക്കി വെച്ചുകൊണ്ട് എനിക്ക് മടങ്ങേണ്ടി വന്നു.